വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു നല്ല ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ LKG's ബേക്ക് ഹൗസിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഒരു തുണ്ട് പട്ട, ഒരു 5 ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് ചെറിയുള്ളി പൊടിയായി നറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 20-30 ചെറിയുള്ളി എടുക്കാം. നിങ്ങൾക്ക് ചെറിയുള്ളി തൊലിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1.5 വലിയുള്ളി എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് വഴഞ്ഞു വരണം കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ മസാലയൊക്കെ വഴഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 2 തക്കാളിയാണ്. നല്ല പൊടിയായി അരിഞ്ഞ തക്കാളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ തക്കാളി വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് കരിഞ്ഞു പോകുന്ന തോന്നുകയാണെങ്കിൽ, അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്ത് നിങ്ങൾക്ക് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെയും ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മസാല മണമൊക്കെ പൂർണ്ണമായി മാറിയതിന് ശേഷം മാത്രമേ ഇതിനകത്തോട്ട് ചെമ്മീൻ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് ആ മസാലയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചെമ്മീനാണ്. ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തത് മഞ്ഞൾപ്പൊടിയിട്ട് കഴുകിയെടുത്താണ് കേട്ടോ. നന്നായി വൃത്തിയായി കഴുകിയെടുത്ത ചെമ്മീൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാകും. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചെമ്മീനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. ഇപ്പം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കൊത്ത് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയ ഒരു ലെമണാണ്. അതായത് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ പ്രോണാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വൃത്തിയാക്കുന്നതിന് മുമ്പുള്ള വെയിറ്റാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 മിനിറ്റിൽ കൂടുതൽ പ്രോൺസ് ചെമ്മീൻ വേവിക്കുകയാണെങ്കിൽ അത് വന്നിട്ട് റബ്ബർ പോലെ ആയി പോകും. അതുകൊണ്ട് എപ്പോഴും പ്രോൺസ് വന്നിട്ട് 5 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാകും. എല്ലാ സീ ഫുഡ്സും 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വന്നോളും കേട്ടോ. ഏത് വക സീ ഫുഡാണെങ്കിലും അതിനത്രയും വേവ് മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു തവണ ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസുകൾ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ.